അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറുക്കാണ് കുപ്രാണി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ചൗക്കാനെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു എന്താ ചൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം നേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം നേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്. വിവരിക്കാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാൾ സാധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞുതരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലെടുത്തു, പോയി ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യയോട് സോപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം നേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്നത് ആരുണ്ട്, ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിലിപ്പോ ആർക്കും തർക്കില്ല. ആൾക്കാർക്കോ ഒരാൾ കിണറിയിരിക്കുമ്പോ ഭാര്യ ഭാര്യയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വലിയ ഭാര്യയുണ്ട്, പോയാ കൊടുത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. ഏതാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ആദ്രാവീതി ആ മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടം, ആ അകപ്പെട്ടുപോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടുപോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീലുണ്ടെന്ന് അറിഞ്ഞു. ആ ആദ്രാവീതി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിചയമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കും എന്ന് പറഞ്ഞ് അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യമുറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൗകാരി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തർക്കിക്കേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കം. ഇനി ആൾക്കാർ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മൾ ഈ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവർക്ക് കേൾക്കാനില്ല. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങനെ വന്ന് മുയൽക്കുന്ന മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞില്ല. ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഈ മൂസമുട്ടിയാരെ തന്നെ പുറത്തേക്ക് പോയി, മൂസമുട്ടിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ച് ചോദിച്ചാൽ മൂസമുട്ടിയാരെ പുറത്തും ഉത്തരം നൽകിയാലുമില്ലെങ്കിൽ അതിന്റെ തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് സൗകാരി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേട്ട് പഠിക്കണം, ചോദ്യം ചോദിക്കാൻ മാത്രമല്ല നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഖ്യനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അള്ളയല്ലാത്ത ഒരു പടപ്പിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ട് തരത്തിലുണ്ട് കാര്യം. ഒരു തരത്തിലുള്ള രണ്ട് തരത്തിലുണ്ട് കാര്യം. ഒന്ന് അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റൂല. അല്ലാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം. അല്ലാഹു അനുവദിച്ച പരിചയമുണ്ട്. ഞാൻ മൂസം ചെയ്യാൻ കാണുകയാണ്. ആ ഒരു പാടികൊണ്ട് തരാൻ കഴിയുന്നത് അത് ചോദിക്കാം, അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടത്തിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അത് തിരിച്ചാണ്, അത് കുറ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് സൗകാര്യം ശരിക്കാണോ അല്ലോ അയാളുടെ കാര്യപ്പെട്ടതാണ് കാര്യത്തോടും കണ്ടിരിക്കുന്നതാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നോക്കുകയാണ്. എന്തോ ഈ ടൗൺഹാളിൽ വെച്ച് നടത്തിയ പ്രസംഗം 2 കൊല്ലം മുമ്പ് അന്ന് ആ പ്രസംഗത്തിന് പണം ചെലവഴിക്കുകയും ചെന്നാലും ഈ കൂട്ടത്തിലുണ്ടാകും. ഇവന്ന് പ്രഖ്യാപിച്ചതാ മുഹീദ്ദീൻ ശൈഖ് അതേപോലെ ജിന്നുകൾക്കൊക്കെ സാന്നിധ്യമർപ്പിച്ച ശൈഖിനോടും ചോദിക്കാനാണ് ശ്രദ്ധ. മുഹീദ്ദീൻ ശൈഖ് അപ്പുറത്തുണ്ടെങ്കിൽ ശൈഖ് സുഖമോ ഒരു മറുപടി കൊടുക്കൂ എന്ന് പറഞ്ഞ
പറഞ്ഞാൽ അതും തെറ്റില്ല. ആ വകുപ്പേച്ച ജിന്നിനെ കൂട്ടിയത് ആയത്ത് പോയി തപ്പില്ല. ഇപ്പൊ പറഞ്ഞോ ഇൻസ മാത്രമേ പറ്റൂ. അത് അപ്പുറത്തേക്ക് പോയാൽ എല്ലാം ശരിക്കായി, എല്ലാം പ്രാർത്ഥനയായി, മനുഷ്യൻ അപ്പുറത്തിനൊക്കെ കാര്യങ്ങൾക്ക് പുറത്ത് വീഴും. അപ്പോഴത് അതിനെപ്പറ്റി എന്താണ് ഇയാൾക്ക് പറ്റിയത്? അതുപോലെ ഓർക്കാറ് അല്ലാതെ റസൂൽ ഹദീസുണ്ട്, ഹജ്ജ് സാഹിബി സൈഫ്, സിഹർ ചെയ്തു എന്ന് അറിയപ്പെട്ട ഒരാള്, സാഹിബ് സിഹർ ചെയ്യുന്നതാണ്, അയാൾക്കുള്ള ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം അയാൾ വാളുകൊണ്ട് കൊന്നുകളയണം എന്ന് ഹദീസുണ്ട്. പരസ്മുസ്ലിം കണ്ടു അതിന് ഞാൻ സിഹർ ചെയ്ത ആളെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് ഇസ്ലാമിന്റെ അങ്ങനെയില്ല, അവിടെ നിയമം പറയല്ല. ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഒരു കാലത്ത് സിഹർ ചെയ്തയാള് പിന്നെ തൗബ ചെയ്ത് മടങ്ങി വന്ന് അയാൾ സ്വാലിഹായി മാറിയാൽ പിന്നെ അയാൾക്ക് ഇങ്ങനെ വേണ്ടതിന. പണ്ട് സിഹർ ചെയ്ത ആൾ ഇപ്പൊ സിഹർ ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് ഹദീസ് പറയുകയാണോ? സ്വാലിഹിൻ ഫൗസാന്റെ ഹിദായത്തുൽ മുസ്തഫീദൊക്കെ പറയും എന്നാലും അയാളെ കൊല്ലണം. കാരണം പറയുന്നതല്ലോ, അയാൾക്കുള്ള ഫിത്ന എന്നാലും സമയത്തുണ്ടാവില്ല. ബാക്കി അയാൾ കുറച്ച് പോയിക്കോട്ടെ, പരലോകയാക്കുണ്ട്, അത് റബ്ബിന്റെ അയാളിലാകട്ടെ. പക്ഷെ ഒരു കാലത്തെങ്കിലും സിഹർ ചെയ്താൽ പിന്നെ അയാളെ ഫിത്നയിൽ നിന്ന് മുസ്ലിം മുമ്പ് രക്ഷപ്പെടില്ല എന്ന് സ്വാലി ഫൗസാന്റെ ഫത്വ ഞാൻ എപ്പോഴും അറിയിക്കുന്നുണ്ട്. അതേതായാലും നമ്മെ സംബന്ധിച്ച് ജിന്നുമാരുടെ യാതൊരു ബന്ധം പാടില്ല. നീ എത്ര സ്വാലിഹായ ജിന്നാണെങ്കിലും മുത്തഖിയായ ജിന്നാണെങ്കിലും എത്ര നല്ല ജിന്നാണെങ്കിലും ശരി, നമുക്കൊരു ബന്ധം പാടില്ല. കാരണം വെച്ചാൽ മുമ്പിൽ വന്ന് ഞാൻ സ്വാലിഹായ ജിന്നാന്ന് പറഞ്ഞാൽ ആ സ്വാലിഹാ നമുക്ക് ഞാൻ മനസ്സിലാകാം. ശൈത്താനിൽ പറയുമ്പോൾ ഞാൻ ശൈത്താനല്ലോ ഇല്ലല്ലോ. ആദമിന്റെ മുമ്പിലേക്ക് വീസ എന്നപ്പോ എന്താ പറയുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗുണദോഷിയാണ്, അതോടൊപ്പം ഗുണകാംക്ഷിയാണ്, അതോടൊപ്പം അമീൻ വിശ്വസ്തനുമാണ് എന്നതാണ് പറ്റിച്ചത്. ആദം നബിയെ അങ്ങനെ ഒന്ന് പറ്റിച്ചെങ്കിൽ നമ്മൾ എന്തായാലും പറ്റുന്ന ഉറപ്പല്ലേ? അതുകൊണ്ട് അനസ്മിസയെ പറയാനും വിശ്വസിക്കേണ്ട. ജിന്ന് സുഹൃത്ത് വന്നാലും എന്താ സുഖാലോ ചോദിക്കാൻ പാടില്ല, അതും തെറ്റാണ്, കുറ്റകരമാണ്. അവിടെ അഴുതില്ലാഹി വിശുദ്ധ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് വേണ്ടത്. ഇതിന് കൂടുതൽ പറഞ്ഞില്ല. ജിന്നും മനുഷ്യൻ പരസ്പരം സഹായിയായാലും ജിന്നും മനുഷ്യനും പരസ്പരം സഹായി ആയാലും ഈ ഖുർആനെ പോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല എന്നല്ലാഹു പറഞ്ഞു. അപ്പൊ അതിന് എന്ത് കിട്ടി? ജിന്നും ഇൻസും തമ്മിൽ ചില ഇടപാടുകൾ നടക്കാം, അഥവാ കാര്യകാലബന്ധത്തിന് പുറത്തല്ലാതെ കിട്ടി. ഇപ്പൊ ചില വിഷയക്കന്മാർ ചോദിക്കുന്നുണ്ട്, ജിന്നും ഇൻസും തമ്മിൽ എന്ത് കാര്യകാലബന്ധമുള്ളത്? അതിനുള്ള മറുപടി കൂടിയാണ് ആ വചനം. പരസ്പരം സഹായികളായി വർത്തിച്ചാലും ഇതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ പരസ്പരം സഹായിക്കുക എന്ന ഒരു സംവിധാനം ലോകത്തുണ്ട്. നമുക്കത് പാടില്ലാത്തണം, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാതേ ഉള്ളൂ. അത് തന്നെയാണ് എന്ന വചനവും. ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു. ഇവിടെ ഉദ്ദേശിച്ചാണ് ചിലർക്ക് സഹായികളായി വർത്തിച്ചാലും. അപ്പൊ ജിന്നും ഇൻസും തമ്മിൽ ഒരു കാര്യകാലം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സമയം ഉണ്ടാവില്ലല്ലോ. പരസ്പരം സഹായികളായി വർത്തിച്ചാലും ഇതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആയത്തോട് മുസ്ലിങ്ങൾ എന്ത് പറയും? എന്ത് പോയത്താ നിലവിൽ പറയുന്നത്? എങ്ങനെ പരസ്പരം സഹായം വർത്തിക്കുക? അത് എന്ത് സംവിധാനം ഉള്ളത് എന്ന് ചോദിക്കും. അത് ചോദിച്ചില്ല. ഇസ്തംബാദിനെ കേട്ടപ്പോഴും സഹാബിയെ ചോദിച്ചത് അതെങ്ങനെ സംഭവിക്കാൻ? അതിന് കാലകാലബന്ധം അവരുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ നമുക്ക് വകുപ്പില്ല. നമ്മൾ ഉപയോഗിച്ചാൽ അത് കുറ്റകരം തന്നെയാണ്. അത് എത്ര ഹൈറായ കർമ്മത്തിലാണെങ്കിലും നല്ല കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അത് പക്ഷെ നമ്മളെ പിടിക്കാനുള്ള ഒരു ട്രാപ്പായി മാറും. അതുവഴി നാം ശരിക്കും പോയി അകപ്പെടും. എന്നേക്കുമായി സ്വർഗം നിഷിദ്ധമായും നരകത്തിൽ പോയി ആപ്പനിക്കും. അതുകൊണ്ട് നമുക്ക് വഴിയേ പാടില്ല. ഇൻസുകളെ തമ്മിൽ ഉപയോഗപ്പെടുത്താം. അതും ഇസ്ലാമിന്റെ നിയമങ്ങളും പരിധികളും പാലിച്ചുകൊണ്ട് മാത്രം. അങ്ങനെ ഇൻസാനിനെ വെച്ചിട്ട് ആ ഏത് ഇൻസുകളും ഏത് സഹായം ചോദിക്കാൻ പറ്റുമോ അതും പറ്റില്ല. അവിടെയും ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും പരിധികളും അംഗീകരിച്ചുകൊണ്ട് അത് ആകാമി എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ശരി, അടുത്താണ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ആദിൽ കൊല്ലത്തുനിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാർക്കും അത് അവർക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറാമത്തായ കഴിവ്, ഈ കറാമത്ത് അഭേദിതമായ കഴിവ് എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് എന്ന് പറയാൻ പറ്റുമോ? പ്രവാചകന്മാർക്ക് നൽകിയത് കറാമത്തല്ല, മുഴ്ജിസത്ത്. വാക്കിൽ മനസ്സിലായിരിക്കാം, മുഴ്ജിസത്താണ്. പ്രവാചകന്മാർ അല്ലാത്തവർക്ക് ഉണ്ടാകുമ്പോൾ അതിനാണ് കറാമത്ത് എന്ന് പറയുക. അത് അഭൗതികമാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. എന്നാൽ അഭൗതികമായ കഴിവല്ല. അത് എന്ത് ബന്ധമാണ്? ഈ ലോകത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് മുഴ്ജിസത്തും കറാമത്തുമാണ്. പക്ഷെ അത് അവരുടെ കഴിവല്ല. ഉദാഹരണമായി ഖുർആൻ പറഞ്ഞ ഒരു കറാമത്താണ് മറിയം ബീവിയുടെ കറാമത്ത്. അവരുടെ പക്കലേക്ക് സഖറിയ ഇസ്ലാം കടന്നു വരുമ്പോഴെല്ലാം വജന ഇൻദഹ റിസ്ഖ, അതിനടുത്ത് ഭക്ഷണം കാണുന്നു. ചോദിക്കുന്നു, ഇത് എവിടുന്നാണ്? അല്ലാലിക്ക് ഹാല കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് റബ്ബിൽ നിന്നാണ് എന്ന് മറുപടി. അതൊരു കറാമത്താണ്. മറിയമ്മിന്റെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഫലവർഗങ്ങൾ, ഭക്ഷണങ്ങൾ വരുന്നു. ഇത് കറാമത്താണ്. ഇത് എങ്ങനെ വന്നു? പള്ളിയുടെ അയൽവാസി പാത്രത്തിലാക്കി 3 സമയം കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ കറാമത്തായോ? ആണെങ്കിൽ നമ്മളെ പഠിക്കുന്ന മിസ്റ്റേക്ക് കറാമത്തുണ്ടാവും. ദിവസം 3 നേരം പരിധി കൊണ്ടുപോയി കൊടുക്കുന്നു. മറിയം ബീവിക്ക് അങ്ങനെയല്ല കിട്ടിയത്. പിന്നെയോ ഈ സംവിധാനം ഒന്നുമില്ലാതെ അവരുടെ മുൻപിൽ ഭക്ഷണം പ്രത്യക്ഷപ്പെടുന്നു. അത് കറാമത്ത്. അത് മറിയം ബീവിയുടെ കഴിവാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഈ കറാമത്ത് കണ്ട ആളാണ് സഖറിയ നബി. ആ സഖറിയ നബി ഇസ്ലാം കറാമത്ത് കണ്ടപ്പോൾ ചെയ്ത പണി എന്താ? തൊട്ടടുത്ത ആയത്തിൽ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹുനാലിക ദഅ സഖറിയ റബ്ബഹ്. ഇത് കേട്ട മാത്രയിൽ അവിടെ വെച്ച് സഖറിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അതെന്താ? കറാമത്ത് കണ്ടപ്പോൾ റബ്ബിലേക്ക് മടങ്ങി. കറാമത്ത് കണ്ടപ്പോൾ ബീവി ഇത്ര മഹതിയായി നിന്നോട് ഉണ്ടായിച്ച ഞാൻ പ്രയാസപ്പെടുന്നത് എനിക്ക് സന്താനത്തെ തരണേ എന്നല്ല പറഞ്ഞത്. മറിച്ച് റബ്ബേ, മറിയമ്മ ഈ രൂപത്തിൽ സഹായിക്കുന്നു, എനിക്ക് സ്വയ സന്താനത്തെ തരുകണേ. അപ്പൊ കറാമത്ത് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, പക്ഷെ അവരുടെ കഴിവല്ല. മുഴ്ജിസത്ത് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, പക്ഷെ അവരുടെ കഴിവല്ല. മൂസാ നബിയുടെ വടി മുഴ്ജിസത്താണ്. വടി താഴെ കിട്ടാൽ സർപ്പമായി മാറുന്നു. ഇത് കാര്യകാല ബന്ധത്തിന് പുറത്താണ്. സാധാരണ സർപ്പം ഉണ്ടാകുന്നത് എന്ത് വേണം? സർപ്പത്തിന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുണ്ടായി വളർന്നു വെള്ളം, അതാണ് കാര്യകാല ബന്ധം. അങ്ങനെ സർപ്പത്തിന് ഒരാൾ വിരിച്ച് അയാൾ വളർത്തിക്കൊണ്ടുവന്നാല് കറാമത്താവില്ല. ഒരു വടി താഴെ കിട്ടാൽ വടി സർപ്പമായി മാറുക, അങ്ങനത്തെ വ്യവസ്ഥ ലോകത്തില്ല. മൂസാ നബിയുടെ ഉണ്ടായി, അത് കറാമത്ത്, മുഴ്ജിസത്ത്. അത് മൂസാ നബിയുടെ കഴിവാണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ട്? ആ വടി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം താഴോട്ട് പാമ്പാക്കിയത് എപ്പോഴാണ്? മദീനയിൽ നിന്ന് കുടുംബസമയം തിരിച്ചു വരുമ്പോൾ തുളസിയായി വെച്ച് അല്ലാഹുവിന്റെ വിളിയുണ്ടായി, വെളിച്ചം കണ്ടു, അവിടെ ചെന്ന് റബ്ബുമായി സംസാരിച്ചു. റബ്ബ് ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താണ് മൂസ വലത്തെ കയ്യിൽ? ഖാല ഹിയ അസായി അതവക്കൽ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫിഹാ മആരിബ് ഉഖ്റ. സൂറത്ത് ത്വാഹ. അതെന്റെ വടിയാണ്, ഞാൻ അത് ഊരിപ്പിടിക്കാൻ ഉപയോഗിക്കുന്നു, ആടുകൾക്ക് ഇര പൊഴിക്കാൻ ഉപയോഗിക്കുന്നു. വലിയ ഫിഹാ മആരിബ് ഉഖ്റ, മറ്റു പല ആവശ്യങ്ങളും വടികളുണ്ട്. ഈ സർപ്പത്തിനെ കണ്ടാൽ അടിച്ചു കൊല്ലാൻ പറ്റും, വീഴാൻ പോയാൽ കുത്തിപ്പിടിക്കാൻ പറ്റും. ഖാല അൽഖിഹാ യാ മൂസ, അല്ലാഹു തആല പറഞ്ഞു, അത് ഇടുക. ഇട്ടപ്പോൾ അത് സർപ്പമായി മാറി. മൂസാ ഇസ്ലാം പേടിച്ച് പിന്തിരിഞ്ഞോടി. അല്ലാഹു തആല പേടിക്കണ്ട, ഖാല ഖുൽഹാ വലാ തഖഫ്, പേടിക്കണ്ട, എടുത്തുകൊള്ളുക. സനുഈദുഹാ സിറതഹൽ ഊലാ, അതിന്റെ പഴയ പടിയിലേക്ക് നാം മടക്കി തരാം.
കഴിവാണെങ്കിൽ മൂസാ അലൈഹിസ്സലാത്തു പേടിക്കോ? ഇല്ലല്ലോ. ആ വടി രണ്ടാമത് ഉപയോഗിച്ചു ഫിർഔന്റെ മുമ്പിൽ വന്നിട്ട് വടിയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. ഫിർഔൻ എന്ത് പറഞ്ഞു? ഇത് മായാജാലാണ്, ഇതാണ് വലിയ കാര്യം, ഇത് മായാജാലമാണ്. അതുകൊണ്ട് സമാനമായ മായാജാലം ഞാനും കാണിച്ചതാണ്. മായാജാലം കാര്യകാലത്തിന്റെ ഉള്ളിലാണ്, പുറത്തല്ല. അത് കണ്ടിട്ടാണ്, ചെപ്പടി വിദ്യയാണ്. സിഹറ് ഏതർത്ഥത്തിൽ എടുത്താലും കാര്യകാലത്തിന്റെ ഉള്ളിലാണ്. ഫിറൗൻ വിചാരിച്ചെന്താ ഞാൻ എഴുതുന്നതൊക്കെ പഠിച്ച് റെഡിയാക്കി വന്നേക്ക് ഇപ്പോഴും മാജിക് കാണിക്കാറുതാ. അത് ഞാനും കാണിച്ചതാണ്. സംവാദം നിശ്ചയിച്ചു, ഫിറൗൻ തയ്യാറായി. ഇപ്പൊ ചില മനുഷ്യന്മാർ ആയിരുന്നെങ്കിലും ഫിറൗൻ തയ്യാറായി. അത് സംവാദത്തിന് സംവാദം നിശ്ചയിച്ചു, ഡേറ്റ് ടൈമും വെച്ചു. ഞാനും നീയും ലംഘിക്കാത്ത വിധം സമയം നിശ്ചയിച്ചു എന്നു. സമയം നിശ്ചയിച്ചു, എല്ലാവരും വന്നു, മലയാളികൾക്ക് എല്ലാവരും വന്നു. അവർ ചോദിച്ചു, മൂസ നീയാണ് ആദ്യം പ്രദർശിപ്പിക്കുന്നത്, അത് ഞങ്ങളാണോ? അദ്ദേഹം നിങ്ങൾ ഇട്ടുകൊള്ളുക. കയറും വടിയും അവരിട്ടു, പാമ്പുകളായി മാറിയതായിട്ട് മൂസ നബിക്ക് തോന്നി. മൂസയുടെ മനസ്സിൽ പേടിയുണ്ടായി. എന്തിനാ പേടിയുണ്ടായത്? വടിയുണ്ടല്ലോ. പിന്നെന്തിനാ പേടിച്ചത്? കഴിവല്ല. വടിയിട്ടാൽ ഏറി വന്നാൽ സർപ്പമായി മാറും. അവർ വടിയിട്ടപ്പോഴും സർപ്പമായി മാറി. അപ്പൊ ഫിറൗൻ എന്ത് പറയും? എന്റെ വീട്ടിലും നജിക്കരുത്. അതുകൊണ്ട് ഇനി വടിയിട്ട് പാമ്പാക്കിയതും കാര്യമില്ല. അപ്പോൾ അല്ലാഹുവിന്റെ വിളി, താങ്കളെ കൈവശം ഇട്ടുകൊള്ളുക. അവർ ഉണ്ടാക്കിയത് അത് വിഴുങ്ങിക്കൊള്ളും. കാരണം അവർ ഉണ്ടാക്കിയത് സിഹറാണ്, സാഹിറും ജയിക്കില്ല. അത് കാര്യകാലബന്ധമാണ്, അത് ലിമിറ്റുണ്ട്, അതിനപ്പുറത്തേക്ക് പോകില്ല. ഇത് മോചിത്താണ്, കാര്യകാലത്തെ അപ്പുറത്താണ്. അവന്റെ ലിമിറ്റ് അവസാനിക്കുന്നിടത്താണ് ഇത് ആരംഭിക്കുന്നത്. വടിയിട്ട് സർപ്പമായി മാറി. ഈ സർപ്പം മറ്റു സർപ്പങ്ങളെ വിഴുങ്ങി. അവിടെ സാഹിര്യങ്ങളെ മുസ്ലിമായി മാറി. ഫിറൗൻ ഭീഷണിപ്പെടുത്തി കൈകാലം വിട്ടും ഈമാൻ എവിടെ കിട്ടിയവർക്ക് മൂസ ഇസ്ലാം അവരോട് സ്വകാര്യമായി തൗഹീദ് പോയിട്ടുണ്ടോ? പലരും പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എവിടെ കിട്ടി? തങ്ങളുടെ കാര്യകാലത്തിന് ഉള്ളിലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എത്ര വരെ പോകാമെന്നും അറിയാം. അത് അപ്പത്താണ് ഇപ്പോൾ പ്രകടമായത്. ഇത് മനുഷ്യന് കഴിയില്ല എങ്കിൽ മൂസ പറഞ്ഞ ശരിയാണ്, ആ റബ്ബിന്റെ ഇടപെടലാണ്. അവർ വിശ്വസിച്ചു. മൂന്നാമത് ഈ വടി ഉപയോഗിച്ചത് എവിടെയാ? ഫിർഔൻ രക്ഷപ്പെടാനായി അല്ലാതെ കൽപ്പനയുണ്ടായി. ഇസ്രായേലിനെ കൂട്ടി അവിടെ പോയി. ഫിർഔനും അനുയായികളും പിന്നാലെ കൂടി പോയി സമുദ്രത്തിനടുത്തെത്തി. ഫിർഔനും സൈന്യവും പിറകിൽ നിന്ന് വരുന്നു. മുന്നിൽ സമുദ്രം, പിറകിൽ ശത്രു. ചെറുത്താനും കടലിനിടയിൽ. എന്തു ചെയ്യാം? കൂടെ പറയാ മൂസ ഇന്നാ ലമുദ്റകൂൻ. ഓ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടവർ തന്നെ. എന്താ മറുപടി? ഒരു പേടിയും പിടിക്കണം. ഇവിടെ വടിയുണ്ട്, കടലിൽ അടിച്ചിട്ട് നമുക്ക് പോകാ എന്നല്ല പറഞ്ഞത്. കാര്യം അങ്ങനെയല്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല കാര്യം. എന്റെ ഒരു റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ ഒരു മാർഗം കാണിച്ചു തരും. അല്ലാതെ വിളി വടി കൊണ്ട് കടലടിച്ചോൻ അടിച്ചു. രണ്ടായി പോർന്നു, വഴിയുണ്ടായിപ്പോയി. അതിന് മുമ്പ് അടിച്ചാലോ കടൽ പിളരൂല. വെള്ളം മൂത്തിട്ട് നിൽക്കുന്ന വളർന്നുണ്ടാവില്ല. ആ വടി എന്ന മ്യൂസിയത്ത് മൂസാലിന്റെ കഴിവല്ല. നാലാമത് ആ വടി ഉപയോഗിച്ചെവിടെയാ? അപ്പുറം പോയി കൂടെയുള്ള ആളുകൾ പറഞ്ഞു മൂസ അലൈഹിസ്സലാമയോട് മഴയില്ല. മൂസ അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് വേണ്ടി റബ്ബിനോട് മഴയെ തേടി. അപ്പുറത്ത് മൂസാ നബിയോട് കൗമ് വെള്ളം തേടി. പേരോട് ഈ
ഈ നാട്ടിലാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാന്ന്. പല സ്ഥലത്തും പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാദമായ ഗ്രൂപ്പ് മാഹിയിലാണ്, പ്രമാണമായ ഗ്രൂപ്പ്. മുസാഫിറിന്റെ കൂട്ടത്തിൽ മഴയില്ല. എന്താ മറുപടി? ഒരു കല്ലുകൊണ്ട് ഒരു നടി വിടേണ്ട അത് ചുളവല്ല. റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി തേടി. റബ്ബിന്റെ മറുപടി ഇന്ന് അശാക്കൽ ഹജർ, വടി കൊണ്ട് പാറക്കടിക്കുക. അടിച്ചു. 12 അരുവികൾ ഉത്ഭവിച്ചു. ഈ ഓർഡർ എടുത്തുകൊണ്ട് അടിച്ചാലോ ഒന്നും സംഭവിക്കൂല. അപ്പോൾ മുഴുവത്തെ കറാമത്ത് അവിടെ കഴിവല്ല. കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, അഭൗതികമാണ്. അത് റബ്ബ് ഉദ്ദേശിക്കുന്നതിലൂടെ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്ന സമയത്ത് റബ്ബ് പ്രകടിപ്പിക്കുന്നു. ഇവർക്ക് ഒരു പങ്കും അതിലില്ല. അവരുടെ കൈകളാൽ അത് പ്രത്യക്ഷപ്പെടുന്നതെന്നല്ലാതെ ഇവർക്കതിന് പങ്കില്ല. റബ്ബാണ് പൂർണ്ണമായും നടപ്പാക്കുന്നവൻ. അതുകൊണ്ട് മുഴുവത്ത് കറാമത്തിന് അഭൗതികമാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. പക്ഷെ കഴിവല്ല ഈ ആളുകളുടെ. അവരെ കഴിവായി അവർക്കത് വിട്ടുകൊടുത്തിട്ടുമില്ല. ഖുർആൻ നബിയുടെ മീസത്താണ്. ഖുർആൻ നബിയുടെ മീസത്ത്. അത് കഴിവാണെങ്കിലോ? കഴിവാണെങ്കിൽ അതർത്ഥം എന്തായിരിക്കും? ഖുർആൻ നബിയുടെ മീസത്താണ്. ആ മീസത്ത് നബിക്കുള്ള കഴിവാണെങ്കിൽ നബി ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഉണ്ടാക്കാൻ കഴിയുന്ന അർത്ഥം. അപ്പൊ അതില്ല. അത് നമ്മൾ തിരിച്ചറിയുക. ക്ലിയറോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ ഉണ്ടായിരുന്ന ജനതയുടെ രോഗം മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമ്മുടെ സാധാരണ മനുഷ്യര് മരുന്ന് കഴിച്ചിട്ടാണ് രോഗം മാറുന്നത്. അപ്പോൾ ഈസാ നബിക്ക് മരുന്നില്ലാതെ രോഗം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കാര്യകാരണ ബന്ധങ്ങൾ എങ്ങനെയാണ് അവിടെ വരുന്നത്? രോഗം മാറ്റാനുള്ള കഴിവ് ഈസാ നബിക്കില്ല. അത് അവിടെ മാത്രമല്ല, ആ കൂട്ടത്തിൽ എണ്ണിപ്പുള്ള ഏതെല്ലാം ഉണ്ടോ അതൊക്കെ മനസ്സില. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപത്തിലുണ്ടാക്കുന്നു. ഞാനിതിൽ ഊതുന്നു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് പക്ഷിയായി മാറുന്നു. അത് എത്ര സൃഷ്ടി നടത്താനുള്ള കഴിവ് സാധിക്കുന്നതല്ല. പക്ഷേ ഈ കാലം ഈസാ നബി ചെയ്യുന്നത് അത് രൂപകൽപ്പന ചെയ്യലും ഊതലും മാത്രമാണ്. ബാക്കി റബ്ബാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ട് രോഗം വായിക്കൊണ്ട് മുഴുവത്താണ്. അതിപ്പം നബിക്കാൻ കഴിവുണ്ടല്ല. കാരണം നബിക്ക് രോഗം വന്നിട്ടുണ്ട്. അത് ആയിഷ ബീവി സൂറത്തേരി ഊതി തടവി കൊടുക്കുകയായിരുന്നു. കുറഞ്ഞ ഭക്ഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുഴുവത്താണ്, കാര്യകാല ബന്ധമല്ല. കുറഞ്ഞ ഭക്ഷണം പ്രവാചകന്റെ പ്രാർത്ഥനയും പ്രവാചകന്റെ ഉമ്മനീരും കൊണ്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞത് അതേക്കുറിച്ചാണ്. അത് കാര്യകാലബന്ധത്തിന് അപ്പുറത്താണ്. ഇതിന്റെ കഴിവല്ല. എന്തുകൊണ്ട്? അതേ റസൂല് ഭക്ഷണമില്ലാതെ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഉറക്കമില്ലാതെ പാതിരാ സമയത്ത് വീട്ടിൽ നൽകി പുറത്തേക്ക് പോയിട്ടുണ്ട്. പോകുമ്പോൾ സിദ്ദീഖുനെ കണ്ടു. വലിയ ആള് ഔലിയാക്കന്മാർ നേതാവാണ്. താജുൽ ഔലിയം എല്ലാം അദ്ദേഹമാണ്. റസൂൽ ചോദിച്ചു, എന്താ സിദ്ദീഖ് ഈ സമയത്ത് ഇവിടെ? റസൂൽ വിശന്നിട്ട് പോകുന്നതാ. നിങ്ങൾക്ക് കറാമത്തില്ലേ? നിങ്ങളെന്താ പറയുന്നതല്ല. റസൂൽ നിങ്ങളെന്താ ഇവിടെ? ഞാനും അതന്നെ. നിങ്ങൾക്ക് മുഴുവത്തില്ലേ? നിങ്ങളല്ലേ പണ്ടേക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ചതിന് എന്റെ നല്ല പൊട്ടീസാക്കാണോ എന്ന് ചോദിച്ചില്ല. രണ്ടാം കൂടെ നടന്നു. ഉമർ ഖത്താബിനെ കണ്ടു കഴിയുന്നത്. എന്താ കൂട്ടുകാരെ, ഈ സമയത്ത് വിശന്ന് പൊഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ഇറങ്ങി നടന്നതാ. ഞാനും അതന്നെ, ഞാൻ ഒന്നിച്ചു പോവുക. കുറച്ചു കാലത്ത് റസൂൽ പറഞ്ഞു, ഇവിടെ നമ്മളെ ആ സഹാബിയുടെ വീടുണ്ടല്ലോ, ഒരു പോയി നോക്കുക, വല്ല ഉണ്ടെങ്കിൽ അദ്ദേഹം തരാതിരിക്കില്ല. അവിടെ ചെന്ന് രാത്രി നിന്ന് വിളിച്ചോത്തി 3 VIP അതികൾ ഒന്നിച്ചു കിട്ടിയപ്പോ സഹാബിക്ക് വല്ലാത്ത സന്തോഷം. കുറച്ച് പാലുണ്ട്, ഈത്തപ്പഴമുണ്ട്, അതൊക്കെ കൊടുത്ത് കഴിച്ചു. ഇറങ്ങിയപ്പോ എന്ത് പറഞ്ഞു? അനിന്നഴിയും. ഇത് മുഴുവത്താണ് ഈ ഭക്ഷണം കഴിച്ചത് അല്ല. ഇത് കാര്യകാലമുണ്ട്. ആ വീട്ടിൽ പോയി അയാൾ ഈത്തപ്പഴം മഴ കൊടുത്തു കഴിച്ചു പോന്നു. അതേ റസൂൽ അബൂബക്കർ വീട്ടിൽ പോയപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ പാത്രം ഞാൻ വന്നിട്ട് ഇറക്കാവൂ അടുപ്പിൽ നിന്ന്. അവിടെ ചെന്നു
പ്രവാചകനെ മൂടി തുറന്നു, അതിൽ എന്തൊക്കെയോ ഉച്ചരിച്ചു. പ്രവാചകൻ തുപ്പുനീർ അതിലേക്ക് ചേർത്തു. നിങ്ങൾ പറഞ്ഞിട്ട് അശറ 10 പേരോട് വരാൻ പറയൂ. 10ലേക്ക് വിളമ്പിക്കൊടുത്തു. അവർ കഴിച്ചു. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അടുത്ത 10 ആളെ വിളിക്കൂ. 10 ആൾ എല്ലാവരും വന്നു. എല്ലാവരും കഴിച്ചു. വീട്ടുകാരും കഴിച്ചു, റസൂലും കഴിച്ചു, ബാക്കി അയൽവാസികൾക്കും കൊടുത്തു. അപ്പോഴും പാത്രത്തിൽ ബാക്കി. ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു? അദ്ദേഹം പോയി ഞങ്ങൾ അന്ന് 1,00,000 പേരുണ്ടെങ്കിലും അത് മതിയാകുമായിരുന്നു. 1,00,000 പേരുണ്ടെങ്കിലും അത് മതിയാകുമായിരുന്നു. അത് മുൻജത്ത്. അത് റസൂലുള്ളാഹിയുടെ കഴിവാണോ? അല്ല. അരിയിൽ ഒഴിച്ച അവരുടെ കണ്ണിന് അസുഖം ബാധിച്ചു. പ്രവാചകൻ തുപ്പനെ പുരട്ടിക്കൊടുത്തു. അസുഖം സുഖമായി. പ്രവാചകന്റെ മുഅല്ലിം മരിക്കുന്നവരെ കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിച്ചു. കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിതാവസാനം വരെ ജീവിച്ചു. എത്ര ആഗ്രഹം ഉണ്ടാവും അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാൻ. നബിയുടെ കൂടെ കൊല്ലങ്ങൾ സഹവസിച്ച അദ്ദേഹം നബിയെ കണ്ടിട്ടില്ല, കണ്ടില്ലാത്തതുകൊണ്ട്. എത്ര ആഗ്രഹം റസൂലിനെ കാണാൻ. പക്ഷേ അല്ലാഹു റസൂലിനെ തലവിൽ കൊടുത്തിട്ട് കാഴ്ച കിട്ടിയില്ല. എന്തുകൊണ്ട്? നബിയുടെ കഴിവില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈസാ നബിയാവട്ടെ, മൂസാ നബിയാവട്ടെ, ഏത് നബിയാവട്ടെ മുഅ്ജിസത്ത് അവർക്കുണ്ട്. ആ മുഅ്ജിസത്ത് അവരുടെ കഴിവല്ല. കറാമത്ത് വിശ്വാസികളുടെ വിശ്വാസത്തിനനുസരിച്ച് റബ്ബ് പക്ഷേ അവരെ ആദരിച്ചുകൊണ്ട് കൊടുത്തേക്കാം. കറാമത്തും കഴിവല്ല. ഒരാൾക്ക് കറാമത്തുണ്ടായിരുന്നാൽ പിന്നെ അത് ബോധിച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല. മറിയമ്മിനെ കറാമത്ത് നേരത്തെ പറഞ്ഞു. അതിന് അർത്ഥം ഈ 6 പട്ടികയെടുക്കുമ്പോൾ മറിയമ്മിനെ വിളിച്ചാൽ മതിയല്ല. പ്രവാചകന്റെ സദസ് പള്ളിയിൽ നിന്ന് ഇശാസ്കാരം കഴിഞ്ഞ് 2 സഹാബിമാർ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവാം. രണ്ടാളും ഒരു വഴിക്കാ പോകുന്നത്. പക്ഷെ വെളിച്ചമില്ല. അവരെ മുമ്പിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആ വെളിച്ചം അവരുടെ മുമ്പിൽ ഇങ്ങനെ പോകുന്നു. അവരാ വെളിച്ചത്തിൽ നടന്നു നീങ്ങി. കുറച്ചങ്ങനെ പോയി ജലശക്തി 2 പേർക്കും 2 വഴിക്ക് പോകണം. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? അപ്പോൾ വെളിച്ചം 2ആയി പിരിഞ്ഞു. 2ആളുടെയും കൂടെ ഓരോ വെളിച്ചങ്ങൾ പോയി. വീട്ടിൽ ചെന്ന് കയറിയപ്പോ വെളിച്ചം അപ്രത്യക്ഷമായി. നാം ബുഖാരി ഉദ്ദേശിച്ച സംഭവമാണ്. പിറ്റേന്ന് വീടിന് മുമ്പിൽ ബോർഡ് വെച്ചില്ല. വലിയുല്ലാഹി എന്നിട്ട് ബോർഡ് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇവിടെ പരിശോധന ഉണ്ടാവും എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചില്ല. അപ്പോൾ അതല്ല കറാമത്ത്. അവർ പിന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുടുങ്ങുമ്പോ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വേറെ സ്വഹാബി എളുപ്പത്ത് കൊടുക്കുമ്പോൾ ആ സ്വഹാബിയെ വിളിച്ചു നോക്കുക, അദ്ദേഹത്തിന് അന്ന് കറാമത്തിന്റെ ഉണ്ടല്ലോ എന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ കറാമത്തും മുഅ്ജിസത്തും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. അത് റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്നതിലൂടെ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് പ്രകടിപ്പിക്കുന്നു. അവർക്കതിൽ യാതൊരു പങ്കുമില്ല. ഒറ്റ കാര്യം കൂടി, അല്ലാഹു റസൂലിനെ കൊല്ലാൻ ശത്രുക്കൾ വീട് കളഞ്ഞു. എല്ലാവരുടെ കണ്ണിലേക്കും എത്തി. മുഅ്ജിസത്താണ്. അല്ലാഹു തആല അതിനെക്കുറിച്ച് പറഞ്ഞെന്തറിയോ? വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമ. വമാ റമൈത, നബിയെ താങ്കൾ എറിഞ്ഞിട്ടില്ല. ഇത് റമൈത, താങ്കൾ എറിഞ്ഞപ്പോൾ. താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ എറിഞ്ഞിട്ടില്ല. വലാകിന്ന അല്ലാഹ റമ, അല്ലാഹുവാണ് എറിഞ്ഞത്. താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ എറിഞ്ഞിട്ടില്ല, അല്ലാഹുവാണ് എറിഞ്ഞത്. അതെന്താ അങ്ങനെ അറിയിച്ചത്? മണ്ണുകാരി എറിയുക എന്ന പണി ചെയ്ത റസൂലാണ്. അത് എല്ലാവരെയും കഥയിലേക്ക് എത്തില്ല. തഫ്സീർ ആചരിക്കാനാം താങ്കളുടെ ഏറ് എല്ലാ മനുഷ്യന്മാരെയും ഏറ് എവിടെ എത്തുമോ അവിടെയല്ലേ എത്തൂ. ഒരുപടി മണ്ണുകാരി എറിഞ്ഞു. എല്ലാവരെയും കഥയിലേക്ക് എത്തിക്കുക എന്ന ഏറ് റബ്ബാണ് ചെയ്തത്, റസൂലല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുണ്ടാക്കി. അല്ലാഹുവിന്റെ ഓർഡർ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണം ജനങ്ങളെ. ഇബ്രാഹിം എന്താ പറഞ്ഞത്? അബ്ബല്ല, എന്റെ ശബ്ദം അങ്ങോട്ട് എത്തിയല്ലോ, എന്റെ ശബ്ദം ലോകത്തിലേക്ക് എത്തില്ലല്ലോ. അല്ലാത്തപ്പോൾ നീ വിളിക്കുക, എത്തിക്കൽ ഞാൻ ഏറ്റു. നീ വിളിക്കുക, എത്തിക്കൽ ഞാൻ ഏറ്റു. വിളിച്ചത് ഇബ്രാഹിം നബി, എത്തിച്ചതോ റബ്ബ്. അതാണ് മുഅ്ജിസത്തും കറാമത്തും. അസ്സലാമു അലൈക്കും.
നോക്കാം. ചോദ്യകർത്താവായി ഒരാളെ പ്രതീക്ഷിച്ചു, പക്ഷെ കണ്ടില്ല. പുള്ളി പ്രിയദർശനം ആലോചിച്ച് പ്രസിഡൻസിലാരോട് ചോദ്യം ചോദിച്ചു. സംഘടനാതീതമായ ഒരു സൗഹൃദ വ്യക്തിയുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതൊരു ആ പരിപാടിക്ക് ശേഷം പുള്ളി ചോദിച്ച ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ വ്യക്തമായി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് പറഞ്ഞു. എന്തായാലും ഒരു സമാധാനമുണ്ട്. ഇവിടെ